ഐ നോ. പക്ഷെ ഞാനെൻ്റെ കുറേ കാര്യങ്ങൾ തിരക്കായിരുന്നു, എക്സാംസിൻ്റെ തിരക്ക്, അങ്ങനെ മൊത്തത്തിൽ ഞാൻ സൗദി പോയി. സോ എല്ലാ തിരക്ക് കാരണം എനിക്ക് ഇങ്ങോട്ട് നോക്കാൻ തന്നെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാനിവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് എനിക്ക്, പക്ഷെ അറിയില്ല. ബട്ട് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഇനി അങ്ങോട്ട് ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡെയിലി വിചാരിക്കരുത്. ഇനി അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ ഞാൻ നോക്കാം, വീക്കിലി വൺസ് എങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു മന്തിൽ ഞാൻ 2 വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എനിക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്താ പറയാ, കുറെ തിരക്കിലൊക്കെ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ കുറെ പേരൊക്കെ എവിടെ വീഡിയോ എന്തെന്നൊക്കെ ചോദിച്ച് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്തവരൊക്കെ ഉണ്ട്, എന്താ വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. ഇനി അങ്ങോട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും ഗൈസ്. ഐ വിൽ ട്രൈ, എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇൻഷാല്ലാ ഞാനാണ് ചെയ്യേണ്ടത്. ഭയങ്കര ചൂടാണ് ഗൈസ്, എനിക്ക് ചൂട് സഹിക്കുന്നില്ല, വേർക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ സൗണ്ട് എങ്ങനെ, ഞാൻ എന്തായാലും മൈക്രോ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. വാങ്ങിച്ചിരിക്കും, എല്ലാം വിചാരം മാത്രമാണ്, അതൊക്കെ എപ്പോൾ നടക്കുമല്ലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്ലാസ് 2 മെഡിക്കൽസിനെ കുറിച്ചിട്ടാണ്. എല്ലാവരും എൻ്റെ വീഡിയോസിലൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, ആ ഫസ്റ്റ് തൊട്ട് എന്താണ് ചെയ്തത്, +2 കഴിഞ്ഞിട്ട് എന്താണ് ഫസ്റ്റ് ചെയ്തത്, അതിനുശേഷം എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് എത്തിയതെന്ന് ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓരോ പാർട്ട് നമുക്കായിട്ട് പോസ്റ്റ് ചെയ്യാം. ഞാൻ ആദ്യം തൊട്ട് ചെയ്തത് മുതലുള്ള കാര്യങ്ങൾ, ഞാൻ എങ്ങനെയായിരുന്നു ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്, ഞാൻ എങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പഠിച്ചത് എന്നുള്ളതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു പാർട്ടായിട്ട് വീഡിയോ ചെയ്യാമെന്നാണ് ഇപ്പോൾ ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ക്ലാസ് 2 മെഡിക്കൽസ് ആണ്. ഞാൻ 12th കഴിഞ്ഞ ഉടനെ, അതായത് ലാസ്റ്റ് ഇയർ ആണ് ഞാൻ പാസ് ഔട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ മെഡിക്കൽ എടുത്തിട്ട് ആക്ച്വലി 1 ഇയർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ക്ലാസ് 2 മെഡിക്കൽസ് നമുക്ക് 2 ഇയർ വാലിഡിറ്റി ആണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി 1 ഇയർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ +2 കഴിഞ്ഞ സമയത്ത് ഈ ഒരു ഫീൽഡിലേക്ക് വരണം, പൈലറ്റ് ആവണം എന്ന് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലാസ് 2 മെഡിക്കൽസ് ആണ്. അറിയാം, അപ്പോൾ നമ്മൾ മെഡിക്കൽ എടുക്കണം. ഓക്കെ, മെഡിക്കൽ എടുത്ത് നമ്മൾ മെഡിക്കലി ഫിറ്റ് ആണ് എന്ന് തെളിയിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പൈലറ്റ് ആവാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ആ ഒരു സ്റ്റെപ്പ് മാത്രം അറിയാം. അപ്പോൾ +2 എക്സാംസ് മാർച്ചിൽ ഇങ്ങനെ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വീട്ടിൽ ഈ ഒരു കാര്യം പറയും. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നമുക്ക് മെഡിക്കൽ എടുത്ത് നോക്കാം, എന്നിട്ട് ഫിറ്റ് ആണെങ്കിൽ മാത്രം നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നുണ്ടായത്. അപ്പോൾ പാരൻസ് പറഞ്ഞു, ഓക്കെ നമുക്ക് മെഡിക്കൽ നോക്കാം, എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കുമെന്ന് പറഞ്ഞു. സോ ഞാനത് കൺഫ്യൂസ് ആയി, +2 ആയിട്ട് മെഡിക്കൽ ചെയ്യാം, പക്ഷെ ഇത് എങ്ങനെ ചെയ്യും, എവിടെ നിന്ന് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഇൻസ്റ്റഗ്രാം ത്രൂ ഒരു ഏജൻസി വഴിയാണ് ഞാൻ ഈ ഒരു മെഡിക്കൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. കാരണം +2 കഴിഞ്ഞ് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ അത് എന്താ ചെയ്യണം, കാരണം നമുക്കൊന്നും അറിയില്ല. അപ്പം നമ്മുടെ പാരൻസ് കാക്കുന്നത് നമ്മളോട് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ പല പൊട്ടത്തരം കാട്ടിക്കഴിഞ്ഞാൽ അറിയില്ലല്ലോ. ഇനി ഞാൻ എല്ലാ പൊട്ടത്തരം കാട്ടുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇത് ഒരു പൊട്ടത്തരായി മാറും എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ആ ഏജൻസിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ട്, എനിക്കിങ്ങനെ മെഡിക്കൽ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ള രീതിയിലായി. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലാസ് 2 മെഡിക്കൽസ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ EGCA ID ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതൊക്കെ അവർ തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള അറിയില്ല. ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് EGCA ID ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ID ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറേ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ അയച്ചു കൊടുക്കുകയുണ്ടായി. സോ ഈ ഒരു EGCA ID അവർ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ആക്ച്വലി നമുക്ക് EGCA ഈ വെബ്സൈറ്റിനകത്ത് നമുക്ക് ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ് ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതിൽ നമ്മുടെ സ്ഥലത്തുള്ളത് ആരാണോ, നമുക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ആരാണോ ആ ഒരു ഡോക്ടേഴ്സിനെയാണ് നമ്മൾ വിളിക്കേണ്ടത്. EGCA ക്ലാസ് 2 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ വേണം നമ്മൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ് ഈ ഒരു EGCA വെബ്സൈറ്റിനകത്ത് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകും. അപ്പോൾ അതിൽ ആരെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. നമ്മളവരെ കോൺടാക്ട് ചെയ്തതിന് ശേഷം അവർ തന്നെ പറഞ്ഞു തരും ഏതൊക്കെ ടെസ്റ്റാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, യൂറിൻ ടെസ്റ്റ് ഉണ്ട്, അതേപോലെ ECG, ചെസ്റ്റ് എക്സ്റേ, അങ്ങനെ ലിസ്റ്റ് ഓഫ് കുറച്ച് ചെക്കപ്സ് ഉണ്ട്. വൈസ് ENT, അങ്ങനെ കുറച്ച് ചെക്കപ്സ് ഉണ്ട്. ഞാനിവിടെ സൈഡിൽ ചെക്കപ്സ് കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ചെക്കപ്സ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് NABH ഓർ NABL രജിസ്റ്റർ ആയിട്ടുള്ള ഹോസ്പിറ്റലിലായിരിക്കും. അതാണ് മെയിൻ തിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചെയ്തത് ആസ്റ്റർ മിംസ് കോട്ടക്കൽ ഹോസ്പിറ്റലാണ് ഞാൻ ചെയ്തത്. അത് NABH രജിസ്റ്റേർഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയിട്ടാണ് ഈ പറഞ്ഞ ടെസ്റ്റുകൾ മൊത്തം ഞാൻ ചെയ്തത്.
അതിൻ്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അപ്പോൾ ഞാൻ അവിടുന്ന് ആ ചെക്കപ്സ് ഒക്കെ ചെയ്തതിന് ശേഷം ഞാനിതൊക്കെ ആ ഒരു ഡോക്ടറിന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. DGC രജിസ്റ്റേഡ് ആയിട്ടുള്ള ആ ഒരു ഡോക്ടർ നമുക്ക് ഒരു അപ്പോയിൻമെന്റ് ഡേറ്റ് തരിക. ആ ദിവസം നമ്മുടെ ബാക്കി ആ ചെക്കപ്സ് ഒക്കെ അവർ ഒന്നും കൂടെ നോക്കിയിട്ട് നമുക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് തരും. നമ്മൾ ഈ ഒരു പൈലറ്റ് ആവാൻ വേണ്ടിയിട്ട് പൈലറ്റ് ട്രെയിനിങ്ങിന് നമ്മൾ ഫിറ്റ് എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവർ നമുക്ക് കയ്യിലപ്പോൾ തന്നെ നമുക്ക് ചെക്കപ്പ് ചെയ്തതിന് ശേഷം വേറെ ഒരു കുഴപ്പമില്ല, നമ്മൾ ചെയ്ത ടെസ്റ്റുകളൊക്കെ കറക്റ്റ് ആണോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് അപ്പം തന്നെ അത് തരും. അപ്പോൾ എൻ്റെ ഈ ക്ലാസ് 2 രജിസ്റ്റേഡ് ആയിട്ടുള്ള ഡോക്ടർ ഉണ്ടായിരുന്നത് സീബേർഡ് എറണാകുളമായിരുന്നു, സീബേർഡ് ഹോസ്പിറ്റൽ എറണാകുളം. അപ്പോൾ ഞാൻ ആസ്റ്റർ മീൻസ് കോട്ടയ്ക്കൽ പോയിട്ട് അവർ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്യുകയും ആ ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം ആ ഡോക്ടറിന് അയച്ചു കൊടുക്കുകയും ആ ഡോക്ടർ അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഒരു അപ്പോയിൻമെന്റ് ഡേറ്റ് തരും. ആ ദിവസം ഞാൻ സീബേർഡ് ഹോസ്പിറ്റലായിരുന്നു ആ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നത്. അവിടെ പോയിട്ട് ആ ഒരു ചെക്കപ്സ് ഡോക്ടർ ചെയ്തിട്ട് എനിക്ക് അപ്പം തന്നെ സർട്ടിഫിക്കറ്റ് തന്നു. ഈ സർട്ടിഫിക്കറ്റ് ഇവർ ഇത് EGCA പോർട്ടലിലും അപ്ലോഡ് ചെയ്യും. അത് എനിക്കൊരു 2-3 months എന്തോ എടുത്തിട്ടാണ് എൻ്റെ EGCA ID-ക്കകത്ത് ഞാൻ ക്ലാസ് 2 പാസ്സായി എന്നുള്ള രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് കയ്യിൽ തന്ന ആ സർട്ടിഫിക്കറ്റ് ആ ഒരു വെബ്സൈറ്റിനകത്ത് അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ DGCA കുറച്ച് ലാഗാണ്, ബട്ട് എന്തോ 2 മാസം 3 മാസം എന്തോ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് എനിക്ക് ക്ലാസ് 2 പാസ്സായി എന്നുള്ള രീതിയിലുള്ളത് ആ വെബ്സൈറ്റിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് എനിക്ക് അന്ന് തന്നെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് എനിക്ക് കംപ്ലീറ്റ്ലി വന്നിട്ടുണ്ടായിരുന്നത്, സോ ഞാൻ ആസ്റ്ററിൽ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഈ ചെക്കപ്സിനെല്ലാം ടോട്ടലായിട്ട് എനിക്ക് 5880 ആണ് വന്നിട്ടുണ്ടായിരുന്നത്, 5880. പിന്നെ ക്ലാസ് 2 ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡോക്ടറിൻ്റെ അടുത്ത് ചെയ്ത ടെസ്റ്റുകൾ കംപ്ലീറ്റ് ആണ് എനിക്ക് 5880 വന്നത്. പിന്നെ ക്ലാസ് 2 ഡോക്ടറുടെ അടുത്ത് സീബേർഡുള്ള ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് 2000 rupees സെപ്പറേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ദ ടോട്ടൽ വാസ് 7880. അതായത് ഒരു 8K എനിക്ക് എമൗണ്ട് ആയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ചെക്കപ്സിൽ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു എക്സ്പെൻസിൽ ഒതുങ്ങിയിട്ടുള്ളത്. ബട്ട് പലർക്കും പല രീതിയിലാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ അവർ ചിലപ്പോൾ എക്സ്ട്രാ ചെക്കപ്സ് പറയും. സോ എക്സ്ട്രാ ചെക്കപ്സ് വരുമ്പോൾ അതിനായിട്ടുള്ള എമൗണ്ട് ചേഞ്ചസും വേരിയേഷൻസും വരും. എനിക്ക് ആ ഒരു ടൈമിൽ യാതൊരു പ്രശ്നവും ഇല്ലാത്തതുകൊണ്ട് എല്ലാ ചെക്കപ്സും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയതുകൊണ്ട് എനിക്ക് അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് ഈ ഒരു മെഡിക്കലിൽ കണ്ടുവരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് BMI-യുടെ ഇഷ്യൂ ആണ്. മിക്ക ആൾക്കാരും പൊതുവെ അണ്ടർ വെയിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഇഷ്യൂസ് ആണ് മെയിനായിട്ട് വരിക. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ടെമ്പററി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ആക്ച്വലി ക്ലാസ് 2 മെഡിക്കലിലെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. ഞാനൊരു ഏജൻസി വഴി ചെയ്തതുകൊണ്ട് എനിക്ക് വലിയ റിസ്ക് അറിയേണ്ടി വന്നിട്ടില്ല. കാരണം ഈ ഒരു ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ഒന്നും അറിയാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പറഞ്ഞല്ലോ, ആദ്യം EGCA ID ക്രിയേറ്റ് ചെയ്യുക. ഇതിൻ്റെ EGCA ID ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ മേ ബി യൂട്യൂബിൽ തന്നെ ഉണ്ടായിരിക്കും, ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അതിനുശേഷം അതിൽ തന്നെ ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്, കോൺടാക്ട് ചെയ്യുക. അവർ പറഞ്ഞ ചെക്കപ്സ് ഒക്കെ നമ്മൾ ഈ NABH അല്ലെങ്കിൽ NABL രജിസ്റ്റേർഡ് ആയിട്ട് ഹോസ്പിറ്റൽസിൽ പോയി ചെയ്യുക. അതിനുശേഷം അവർക്ക് ഈ റിപ്പോർട്ട്സ് ഒക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ഒരു ദിവസം നമുക്ക് അപ്പോയിൻമെന്റ് തരും. പോവുക, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. വേറൊരു പ്രശ്നമോ ഇല്ലെങ്കിൽ അന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്ത് എല്ലാം ക്ലിയർ ആയിരിക്കും. സോ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് മെഡിക്കൽസ് നമ്മൾ ഫസ്റ്റ് പാസ്സായിട്ടില്ലെങ്കിൽ നമുക്ക് പൈലറ്റാൻ വേണ്ടി പറ്റില്ല. സോ എല്ലാവരും ഈ പൈലറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരും ഫസ്റ്റ് ഈ മെഡിക്കൽ പാസ്സാവട്ടെ. ഇതിന് ശേഷമാണ് ഞാൻ ഗ്രൗണ്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതിനെക്കുറിച്ചായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഓൾറെഡി ഞാൻ ഈ മെഡിക്കൽ ചെയ്തിട്ട് ഓൾറെഡി 1 year കഴിഞ്ഞു. ഞാനിതെല്ലാം ഒന്നിങ്ങനെ ഓർത്തെടുത്തിട്ട് ഞാൻ ഐപാഡിനകത്ത് ഇന്നതാണ് ഉണ്ടായത് ഞാൻ എഴുതി വെച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 year ആയില്ലേ. അപ്പോൾ ഇതിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ. ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്യാം. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും വേറെ പേഴ്സണലായിട്ട് ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് എൻ്റെ ഇമെയിലും അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ID രണ്ടും ഞാൻ ബയോയ്ക്കകത്ത് കൊടുക്കാം. ജസ്റ്റ് ഇമെയിൽ ഞാൻ ഇമെയിലിൽ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ടെക്സ്റ്റ് ചെയ്താൽ മതി. That's it. I hope you guys like the video. So like, share, comment and also subscribe to my channel. Okay. So it's me, Weeks, signing off. Thank you.